ഹായ് സ്റ്റുഡൻസ്, മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. അത് വിസിബിലിറ്റി ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോംഡ് ബൈ മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്റർ. മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്റർ ഫോം ചെയ്യുന്ന ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസിൻ്റെ വിസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വിസിബിലിറ്റി പറയുന്നതിന് മുൻപായിട്ട് മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്റർ ഫോം ചെയ്യുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിലെ ഫ്രിഞ്ചസിൻ്റെ ഇൻറ്റൻസിറ്റി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് ഫ്രിഞ്ച് പാറ്റേൺ I = 4a² cos² δ/2 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് വേവ് ഫ്രണ്ട്, അതായത് മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്ററിലേക്ക് നമ്മുടെ മൊണോക്രോമാറ്റിക് സോഴ്സിൽ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് വേവിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എ. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റും റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റും പോയല്ലോ, M1 M2 എന്ന് പറയുന്ന രണ്ട് മിറേഴ്സിലേക്ക്. അവിടെ തട്ടിയിട്ട് അത് രണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ബീം സ്പ്ലിറ്ററിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ രണ്ട് കമ്പോണൻസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ഡെൽറ്റ. അങ്ങനെ പറയാം, ഡെൽറ്റ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് വേവ്സ് എൻ്റർ ത്രൂ സ്ലിറ്റ്സ്. അതായത് M1 M2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ M1ഉം M2 ഡാഷും ആണ് നമ്മൾ പറഞ്ഞത്. M2വിൻ്റെ വിർച്വൽ ഇമേജ് ആണ് M2 ഡാഷ്. അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ രണ്ട് സ്ലിറ്റുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഡെൽറ്റ. ഓക്കെ, എന്തായാലും ഈ എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് എപ്പോഴാണ് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുക? നമുക്ക് ഈ കൊസൈൻ സ്ക്വയർ ടേമിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുക അല്ലേ. കൊസൈൻ സ്ക്വയർ ടേമിൻ്റെ മാക്സിമം വാല്യൂ ഈസ് 1. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി I max കിട്ടുക. ഓക്കെ, അപ്പോൾ I max എത്രയായിരിക്കും? 4a² ആയിരിക്കും I max. എപ്പോഴാണ് അത് കിട്ടുക? cos² δ/2 1 ആവുമ്പോൾ അല്ലേ. cos² δ/2 1 ആവണമെങ്കിൽ cos δ/2 എത്രയാവണം? 1 ആവണം. cos δ/2 1 ആവണമെങ്കിൽ കൊസൈൻ ഏത് ടേമിൻ്റെ കൊസൈനാണ് 1 വരാറുള്ളത്? നമുക്ക് cos 0 അല്ലേ, അതുപോലെ തന്നെ cos 2π, cos 4π അല്ലേ, അങ്ങനെയുള്ള ടേംസ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ δ/2 എന്ന് പറയുന്ന ടേം 2mπ ആവണം അല്ലേ. വേറെ M = 1 2 3 etc. M 1 ആണെങ്കിൽ 2π, cos 2π എത്രയാണ്? 1. cos square 2π എത്ര തന്നെ വരിക? 1. I max 4a² എന്ന് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. അതേപോലെ തന്നെ M2 കൊടുക്കുമ്പോൾ 4π. ഓക്കെ, cos 4πയും 1 ആണ്, cos 6π 1 ആണ്, cos 8π 1 ആണ്. അപ്പോൾ ആ വാല്യൂസിനെല്ലാം ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് δ/2 2mπ ആകുമ്പോഴാണ് നമുക്ക് I = I max ദാറ്റ് ഈസ് 4a² × 1 4a² എന്ന് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഡെൽറ്റ എത്രയാണ് വരിക? δ/2 2mπ ആണെങ്കിൽ ഡെൽറ്റ = 4mπ, വേറെ M = 1 2 3 etc. അപ്പോൾ നോക്കുക, ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 4mπ ആവുമ്പോൾ വേറെ M = 1 2 3 etc. ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള I maximum 4a² നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ മിനിമം ഇൻറ്റൻസിറ്റി കിട്ടാനുള്ള കണ്ടീഷൻ നമുക്ക് പറയാം അല്ലേ. ഈ കൊസൈൻ്റെ വാല്യൂ, കൊസൈൻ സ്ക്വയർ ടേമിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് മിനിമം ഇൻറ്റൻസിറ്റി I minimum = 4a² × 0 എന്ന് കിട്ടുക അല്ലേ. അതെപ്പോഴാണ്? കൊസൈൻ ഏത് സംഗതിയുടെ കൊസൈനാണ് സാധാരണ 0 എന്ന് കിട്ടാറുള്ളത്? π/2 അല്ലേ, 3π/2 5π/2 അങ്ങനെയുള്ള ടേംസ്. അപ്പോൾ നമുക്ക് δ/2 2m + 1 π/2 ആവുമ്പോൾ വേറെ M = 0 1 2 3 etc. 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 0 0 π/2 എന്ന് കിട്ടും അല്ലേ. 1 കൊടുത്തു കഴിഞ്ഞാലോ 2 × 1 2 + 1 3π/2 പിന്നെ 5π/2 അങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ആ വാല്യൂസിലൊക്കെയാണ് നമുക്ക് cos δ/2 0 അല്ലെങ്കിൽ cos² δ/2 ഒക്കെ 0 കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ I minimum എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ, ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും, ദാറ്റ് ഈസ് I minimum. അപ്പോൾ δ/2 2m + 1 π/2 ആവണം. അപ്പോൾ ഡെൽറ്റ എത്രയാണ്? 2m + 1 π/2. ഈ 2 കൊണ്ട് വരുമ്പോൾ 2 × 2 കട്ട് ചെയ്ത് പോകും അല്ലേ. 2m + 1 π, വേറെ M = 0 1 2 3 etc. അങ്ങനെയാണെങ്കിൽ ഈ M1 M2 ഡാഷ് രണ്ട് മിറേഴ്സ് അല്ലേ, അവയിൽ നിന്ന് വരുന്ന ഈ രണ്ട് ലൈറ്റ് വേവ്സ് അവരാണല്ലോ ഓവർലാപ്പ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 2m + 1 π ആവുമ്പോഴാണ് നമുക്ക് മിനിമം ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള 0 കിട്ടുക. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റിക്കുള്ള കണ്ടീഷൻ പറഞ്ഞു, മിനിമം ഇൻറ്റൻസിറ്റിക്കുള്ള കണ്ടീഷൻ പറഞ്ഞു. മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഒക്കെ നല്ല ഇൻറ്റൻസിറ്റി ആയിരിക്കും അല്ലേ. മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രിഞ്ചസ് ഒന്നും കിട്ടുകയില്ല, കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടി. ഈ മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റീസിൻ്റെ ടേമിലാണ് നമ്മൾ വിസിബിലിറ്റി ഓഫ് ഫ്രിഞ്ചസ് ഡിസ്കസ് ചെയ്യുന്നത്. വിസിബിലിറ്റി ഓഫ് ഫ്രിഞ്ചസ് വി is equal to I max minus I minimum by I max plus I minimum. Okay, visibility of fringes from Michelson's interferometer is the ratio of difference between the maximum and minimum intensities obtained to the sum of the maximum and minimum intensities. അല്ലേ, മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസിനെ അവയുടെ സമ്മ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് വിസിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി. മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ കേസിൽ ഈ ഐ മിനിമം എന്ന് പറയുന്നത് 0 ആയിരിക്കും. മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി 0 ആയിരിക്കും. ഓക്കെ, ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ല എങ്കിൽ മിനിമം ഇൻറ്റൻസിറ്റി എക്സാക്ട്ലി 0 ആവില്ല കേട്ടോ, ചെറിയൊരു വാല്യൂ വരും. ഞാൻ ഇവിടെ ഐ മിനിമം 0 എന്നാണ് പറഞ്ഞത്, പക്ഷേ മോണോക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ. നമ്മൾ അധികം മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് ഉപയോഗിക്കുക, സിംഗിൾ വേവ് ലെങ്ത്തിൻ്റെ സോഴ്സാണ് ഉപയോഗിക്കുന്നത്. അതർവൈസ് നമുക്ക് 0 ആയിരിക്കില്ല മിനിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇവിടെ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെങ്കിൽ എന്താവട്ടെ, ഐ മിനിമം 0 ആണ്. അപ്പോൾ ഐ മിനിമം 0 ആയി കഴിഞ്ഞാൽ വി is equal to എത്ര വരിക, ഐ മാക്സിമം മൈനസ് 0 ബൈ ഐ മാക്സ് പ്ലസ് 0 അല്ലേ. അപ്പോൾ ഐ മാക്സ് ബൈ ഐ മാക്സ് എത്ര കിട്ടുക, 1. വിസിബിലിറ്റി എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഫോർ മോണോക്രോമാറ്റിക് ലൈറ്റ് വിസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വിസിബിലിറ്റി ഓഫ് ഫ്രിഞ്ചസ് ഇൻ ദ കേസ് ഓഫ് മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മൈക്കിൾസൺ, ബെനോയിറ്റ് എന്നീ 2 ഫിസിസ്റ്റുകൾ ചേർന്ന് 1 മീറ്റർ ലെങ്ത്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. അപ്പോൾ ഇത് മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്ററിൻ്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എന്താ ഈ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോസ്റ്റ് ആക്യുറേറ്റ് ആക്കുക എന്നുള്ളതാണ്. ആ 1 മീറ്റർ ലെങ്ത്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ആക്യുറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാനോമീറ്റർ ലെവലിൽ ആക്യുറേറ്റ് ആക്കുക എന്നുള്ളതാണ്. നാനോമീറ്റർ ലെവലിൽ ആക്യുറേറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും സ്മോൾ കറക്ഷൻ വരികയാണെങ്കിൽ അത് നാനോമീറ്റർ ഓർഡറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 1 നാനോമീറ്ററോ 2 നാനോമീറ്ററോ ഒക്കെ ഓർഡറിൽ അതിനെന്തെങ്കിലും കറക്ഷൻ പോലും വരുള്ളൂ. ഓക്കെ, നമ്മൾ വെറുതെ ഒരു 1 മീറ്റർ സ്കെയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത്ര തന്നെ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലേ, പ്രിസൈസ് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിലൊരു 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ ഒക്കെ കറക്ഷൻ വരാം. പക്ഷേ ഈ മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്റർ അപ്ലൈ ചെയ്തുകൊണ്ട് ബെനോയിറ്റും മൈക്കിൾസൺ കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള 1 മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത്രയും പ്രിസൈസ് ആയിട്ടുള്ള 1 മീറ്റർ ആണത്. പ്രിസൈസ് മെഷർമെൻ്റ് ആണ് 1 മീറ്ററിൻ്റെ. നാനോമീറ്റർ ലെവലിൽ വരെ അതിൻ്റെ റീഡിങ് കറക്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് അവർ ചെയ്തത് നോക്കാം. 1 മീറ്റർ വാസ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് കാഡ്മിയം റെഡ് ലൈറ്റ്. അപ്പോൾ കാഡ്മിയം ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, കാഡ്മിയം റെഡ് ലൈറ്റ് ആണ് അതിൽ നിന്ന് വരുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ 1 മീറ്റർ ലെങ്ത്തിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ഓക്കെ, പ്രിസൈസ് ആയിട്ട് സെറ്റ് ചെയ്തത് 1 മീറ്ററിനെ. നോക്കുക, അതിന് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ ഈ മിറർ M1 എന്ന് പറയുന്ന മിറർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ന്യൂ ഫ്രിഞ്ചസ് ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നതും ഡിസപ്പിയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഈ M1 എന്ന് പറയുന്ന മിറർ അല്ലെങ്കിൽ M2 എന്ന് പറയുന്ന മിറർ രണ്ടായാലും കുഴപ്പമില്ല, അത് നമ്മൾ 1 മീറ്റർ നീക്കുക. എന്നിട്ട് ഉണ്ടാവുന്ന ന്യൂലി അപ്പിയർഡ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് വയറിൽ ഇവിടെ ക്രോസ് ഓവർ ചെയ്യുന്ന ഫ്രിഞ്ചസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക. ആ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസ് ഓവർ ദ ക്രോസ് വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 മീറ്ററിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു തിയറി. ഓക്കെ, ഇഫ് വി ക്യാൻ കൗണ്ട് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസ് ഓവർ ദ ക്രോസ് വയർ of the telescope when one of the mirrors in the Michelson's interferometer is moved by a length of 1 meter. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1 മീറ്ററിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ, ഈ മിററിന് ഒരിക്കലും നമുക്ക് 1 മീറ്റർ ഒന്നും നീക്കാൻ പറ്റില്ല, അത്രയും സൈസ് ഇതിനില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസ് ദ ഫീൽഡ് ഓഫ് വ്യൂ വെൻ വൺ ഓഫ് ദ മിറേഴ്സ് ഇൻ Michelson's interferometer is moved through wall length 1 meter. ഇനി 1 മീറ്റർ മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സൈസ് ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു പ്രശ്നം. അഥവാ നമ്മൾ മൂവ് ചെയ്താലും അത്രയും ഫ്രിഞ്ചസ് നമുക്ക് കൗണ്ട് ചെയ്യുക പ്രയാസമാണ്, കാരണം വളരെ വലിയൊരു എണ്ണം ഉണ്ടാവും, അത്രയും കൗണ്ട് ചെയ്യാൻ പ്രയാസമാണ്. ഓക്കെ, പിന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, എന്താണ് നോക്കുക, moreover path difference more than 20 cm it is not possible to obtain fringes. അതായത് നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട്
ഇവർ രണ്ടുപേരും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അല്ലേ, ഈ ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ് റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 20 സെൻറ്റിമീറ്ററിൽ കൂടുതലായാൽ നമുക്ക് ഫ്രിഞ്ചസേ കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ therefore the mirror must not be moved through a distance of more than 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന മിറർ ഒരിക്കലും 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 മീറ്റർ മൂവ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ക്രോസ് ഓവർ ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 1 മീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. പക്ഷേ അത് പോസിബിൾ അല്ല എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. മിറർ അത്രയും മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. Therefore mirror not be moved through a distance of more than 10 centimeter. So they used 9 echelons each being twice in length of the preceding echelon. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു എന്നറിയോ, ഈ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ എറ്റലോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓക്കെ, എറ്റലോൺ എന്താണെന്ന് നമുക്ക് പറയാം. ഈ എറ്റലോൺ 9 എറ്റലോൺ ആണ് ഉപയോഗിച്ചത്. 9 എറ്റലോൺസ് ആണ് യൂസ് ചെയ്തത്. അത് എറ്റലോൺസ് ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഓരോ എറ്റലോണിൻ്റെയും ലെങ്ത്ത് അല്ലേ തൊട്ട് മുൻപേ ഉള്ള എറ്റലോണിൻ്റെ ട്വൈസ് ആയിരിക്കും, ഇരട്ടിയായിരിക്കും. ആ രീതിയിൽ എറ്റലോൺസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു ലിമിറ്റേഷൻ, 1 മീറ്റർ നമ്മൾ ഈ മിറർ മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റേഷൻ അവർ മറികടന്നത്. എന്താണ് എറ്റലോണ്, എങ്ങനെയാണ് അവർ ഈ 1 മീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എറ്റലോൺ എന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ലെങ്ത്ത്, നീളത്തിൻ്റെ ഒരു അടിസ്ഥാനം, അതാണ് എറ്റലോൺ അല്ലേ. നീളത്തിനെ ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതാണ് എറ്റലോൺ. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ലെങ്ത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മിറേഴ്സ് വിച്ച് ആർ പ്ലെയിൻ പാരലൽ ആൻഡ് സിൽവേർഡ് ഓൺ ദെയർ ഫ്രണ്ട് ഫേസ്. അതിനകത്ത് 2 മിറേഴ്സാണ് ഉണ്ടാവുക അല്ലേ. ആ മിറേഴ്സ് എന്താണ്, പ്ലെയിൻ പാരലാണ്, പരസ്പരം പ്ലെയിൻ പാരലാണ്. അവരുടെ ഫേസുകൾ സിൽവേർഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് എറ്റലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എറ്റലോണും 9 എറ്റലോൺസ് ആണ് ഉപയോഗിക്കുന്നത്. മൈക്കിൾസൺസ് ഇൻ്റർഫെറോമീറ്ററും നമ്മുടെ കാഡ്മിയം ലൈറ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് 1 മീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. 2 സ്റ്റെപ്സാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്മോളസ്റ്റ് എറ്റലോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ സ്മോളസ്റ്റ് എറ്റലോൺ പ്ലേസ് ചെയ്യുക. അതിൽ 2 പ്ലെയിൻ പാരലൽ മിറേഴ്സ് ഉണ്ടല്ലോ, സിൽവേർഡ് മിറേഴ്സ് അല്ലേ, അത് നീക്കിക്കൊണ്ട് ക്രോസ് ഓവർ ചെയ്യുന്ന ഫ്രിഞ്ചസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഓഫ് ദ മോണോക്രോമാറ്റിക് കാഡ്മിയം ലൈറ്റ് നമുക്ക് ഈ രീതിയിൽ കൗണ്ട് ചെയ്യാം അല്ലേ. ഈ സ്മോളസ്റ്റ് എറ്റലോൺ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ക്രോസ് ഓവർ ചെയ്യുന്ന ഫ്രിഞ്ചസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്താൽ മതി അല്ലേ. ഫസ്റ്റ് അതാണ് നമ്മുടെ സ്റ്റെപ്പ്. ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഓഫ് ദ മോണോക്രോമാറ്റിക് കാഡ്മിയം ലൈറ്റ് ഈസ് കൗണ്ടഡ് ഫോർ ദ ഷോർട്ടസ്റ്റ് എറ്റലോൺ. ഷോർട്ടസ്റ്റ് എറ്റലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ക്രോസ് ഓവർ ചെയ്യുന്ന ഫ്രിഞ്ചസിൻ്റെ എണ്ണം, അതായിരിക്കും നമ്പർ ഓഫ് വേവ് ലെങ്ത്സ്, അങ്ങനെ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ട്വൈസ് ലെങ്ത് ആണ് തൊട്ടടുത്ത എറ്റലോൺ ഉണ്ടാവുക, അതിൻ്റെ ട്വൈസ് ലെങ്ത് ആണ് തൊട്ടടുത്ത എറ്റലോൺ ഉണ്ടാവുക, അങ്ങനെയാണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ എറ്റലോണിൻ്റെ ലെങ്ത്ത് രണ്ടാമത്തെ എറ്റലോണിൻ്റെ ലെങ്ത്തും പരസ്പരം കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ പരസ്പരം എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് എറ്റലോൺ ഈസ് കമ്പയർഡ് വിത്ത് ദ ഷോർട്ടസ്റ്റ് എറ്റലോൺ അല്ലേ. രണ്ടാമത്തെ എറ്റലോണിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് എറ്റലോണിൻ്റെ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ ലെങ്ത്ത് നമുക്കറിയാം, ഇതിൻ്റെ ട്വൈസ് ആണ് മറ്റതിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. പക്ഷേ വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ അത് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. മൂന്നാമത്തേൻ്റെ ലെങ്ത്ത് രണ്ടാമത്തേൻ്റെ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുക, നാലാമത്തതിൻ്റെ മൂന്നാമത്തുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ 9ാമത്തേതിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം, 10 സെൻറ്റിമീറ്റർ ആണ് 9ാമത്തേൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. ആ 9ാമത്തെ 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ള ആ എറ്റലോണിൻ്റെ ലെങ്ത്തുമായിട്ട് 8ാമത്തെ ആളുടെ ലെങ്ത്ത് കമ്പയർ ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് തുടരുക. അങ്ങനെ അവസാനം നമുക്ക് ആ 9ാമത്തെ എറ്റലോണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഫോർ എ ലെങ്ത് ഓഫ് 10 സെൻറ്റിമീറ്റർ എറ്റലോൺ. അത് ഉപയോഗിച്ചുകൊണ്ട് ആ 10 സെൻറ്റിമീറ്റർ എറ്റലോണിൻ്റെ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ എത്ര ഫ്രിഞ്ചസ് ആണ് ക്രോസ് ഓവർ ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഫോർ 1 മീറ്റർ ക്യാൻ ബി
ഫൗണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നോക്കുക, ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് എറ്റലോൺ ഈസ് കമ്പയർഡ് വിത്ത് ദ ഷോർട്ടസ്റ്റ് എറ്റലോൺ ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ നമ്പർ ഓഫ് വേവ് ലെങ്സ് ഫോർ എ ലെങ്ത് ഓഫ് 10 centimeter എറ്റലോൺ. ഫ്രം ദിസ് 10 centimeter എറ്റലോൺ നമ്പർ ഓഫ് വേവ് ലെങ്സ് ഫോർ 1 meter ക്യാൻ ബി ഫൗണ്ട്. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് 1 meterന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് വേവ് ലെങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 meterനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. 1 meterനെ നാനോമീറ്റർ ലെവലിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം, ഒറിജിനൽ സ്റ്റാൻഡേർഡ് മീറ്റർ ഡിസ്ട്രോയ് ചെയ്തു എന്ന് കരുതുക, ഡിസ്ട്രോയ് ആയി പോയി എന്ന് കരുതുക, ഒരു മീറ്ററിൻ്റെ സ്കെയിൽ പോയി. കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ ആദ്യം മുതൽ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഈ നമ്പർ ഓഫ് വേവ് ലെങ്സ് കറസ്പോണ്ടിങ് ടു 1 meter ലെങ്ത് അറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സ്കെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അല്ലേ. ഈവൺ ഇഫ് ദ ഒറിജിനൽ സ്റ്റാൻഡേർഡ് മീറ്റർ ഈസ് ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ ബി ഫോംഡ് അഗെയിൻ ഫ്രം ദ നോളജ് ഓഫ് ദ നോൺ വേവ് ലെങ്സ്. നോൺ വേവ് ലെങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കെയിൽ നമുക്ക് വീണ്ടും ഫോം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇനി നമുക്ക് 2-3 പ്രോബ്ലംസ് കൂടി നോക്കാം. വെഡ്ജ് ഷേപ്പ് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ആദ്യത്തേത്. A glass wedge of angle 0.01 radian is illuminated by monochromatic light of wavelength 6000 Armstrong falling normally on it. At what distance from the edge of the wedge will be 10th fringe be observed by reflected light? അതായത് ഒരു വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം പറഞ്ഞിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചിട്ട് അതിനകത്തെ മീഡിയം ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് മീഡിയം എയർ ആയിട്ട് എടുക്കാം. അതൊരു എയർ വെഡ്ജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ വെഡ്ജ് ആംഗിൾ തന്നിട്ടുണ്ട്, 0.01 ആണ് വെഡ്ജ് ആംഗിൾ, തീറ്റ 0.01 റേഡിയൻ എന്ന് തന്നിട്ടുണ്ട്. SI യൂണിറ്റ് ആണ് റേഡിയൻ അല്ലേ. ഡിഗ്രി ആണെങ്കിൽ അത് റേഡിയനിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് റേഡിയനിലാണ് തന്നിട്ടുള്ളത്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ 6000 ആംസ്ട്രോങ് വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യാണ്. നോർമലായിട്ട് 6000 ആംസ്ട്രോങ്, അതായത് ലാംഡ തന്നിരിക്കുന്നു വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് 6000 × 10⁻⁻10 മീറ്റർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 10ാമത്തെ ഫ്രിഞ്ച് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് കിട്ടുക എന്നുള്ളതാണ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ വെഡ്ജ് വിൽ ബി ദ 10th ഫ്രിഞ്ച് ബി ഒബ്സർവ്ഡ് ബൈ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഈ എഡ്ജിൽ നിന്ന് അല്ലേ, ഈ വെഡ്ജിൻ്റെ എഡ്ജിൽ നിന്ന് എത്ര അകലെയാണ് 10ാമത്തെ ഫ്രിഞ്ച് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വെഡ്ജ് ആംഗിൾ തീറ്റ 0.01 റേഡിയൻ, ഓർഡർ ഓഫ് ദ ഫ്രിഞ്ച് തന്നിരിക്കുന്നു, m = 10, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ലാംഡ = 6000 ആംസ്ട്രോങ് ആണ്. ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അപ്പോൾ ലാംഡ = 6000 × 10⁻⁻10 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഫോർ mth ഡാർക്ക് ഫ്രിഞ്ച് എന്താണ് ഇവിടെ വരിക, ശരിക്കും 2μt m ലാംഡ എന്നുള്ളതാണ് കണ്ടീഷൻ. പക്ഷേ ഇവിടെ എയർ ആണ് മീഡിയം. അപ്പോൾ 2t = m ലാംഡ, μ = 1 ആണല്ലോ. അപ്പോൾ 2t = m ലാംഡ ഈസ് ദ കണ്ടീഷൻ ഫോർ mth ഡാർക്ക് ഫ്രിഞ്ച് ഹിയർ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ വരയ്ക്കാം. വെഡ്ജ് ആംഗിൾ തീറ്റ ഇവിടെയാണ്, ഈ പൊസിഷനിലാണ് 10th ഫ്രിഞ്ച് കിട്ടുന്നത് കരുതുക. അവിടേക്കുള്ള ഡിസ്റ്റൻസ് x, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു പോയിന്റിലുള്ള തിക്നെസ് t എന്ന് തന്നിരിക്കുന്നു, t. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് ടാൻ തീറ്റ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ടാൻ തീറ്റ ചെയ്യാൻ ടാൻ തീറ്റ = t/x എന്ന് കിട്ടില്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ടാൻ തീറ്റ = t/x. തീറ്റ ഈസ് ടു സ്മോൾ ആയതുകൊണ്ട് ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി = തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ = t/x പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ തീറ്റ = t/x എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹിയർ വെഡ്ജ് ആംഗിൾ തീറ്റ = t/x ആണ്. അപ്പോൾ t എന്താ വരിക, x തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ t = x തീറ്റ എന്നുള്ളത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2t = m ലാംഡയിൽ ടിയുടെ സ്ഥാനത്ത് x തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 2x തീറ്റ = m ലാംഡ എന്ന് കിട്ടും. അപ്പോൾ x ആണ് 10th ഫ്രിഞ്ച് എഡ്ജിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ x = m ലാംഡ/2 തീറ്റ എന്ന് കിട്ടും അല്ലേ. m 10 ആണ്, ലാംഡ 6000 ആംസ്ട്രോങ്, 6000 × 10⁻⁻10, 2 കൊടുത്തു, തീറ്റ 0.01 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 0.003 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മില്ലിമീറ്റർ. അതായത് ഈ x ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 10th ഫ്രിഞ്ച് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് കിട്ടുന്നത്, 3 മില്ലിമീറ്റർ. ഓക്കെ, therefore we obtain 10th fringe at a distance of 3 millimeter from the edge of the wedge. വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം.
A beam of monochromatic light of wavelength 5.82 into 10 raised to minus 7 meter falls normally on a glass wedge with the wedge angle 20 seconds of an arc. If the refractive index of glass is 1.5, find number of dark fringes per centimeter of the wedge length. അതാണ് ക്വസ്റ്റ്യൻ. അതായത് 20 സെക്കൻഡ് വെഡ്ജ് ആംഗിൾ ഉള്ള ഒരു ഗ്ലാസ് വെഡ്ജമ്പിലേക്ക് 5.82 into 10 raised to minus 7 meter വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് നോർമലി ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ആണ് ആ വെഡ്ജിലെ മീഡിയം എന്ന് മനസ്സിലാക്കുക. വെഡ്ജ് തിൻ ഫിലിമിലെ ഒരു മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. ആ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നു 1.5. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർ സെൻറ്റിമീറ്റർ ഓഫ് ദ വെഡ്ജ് ലെങ്ത് ഹൗ മെനി നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചസ് ആർ ഫോംഡ്. നമ്മുടെ വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിമിലെ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എത്ര ഫ്രിഞ്ചസ് ഡാർക്ക് ഫ്രിഞ്ചസ് ഫോം ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന സംഗതികൾ നമുക്ക് എടുത്തെഴുതാം. വെഡ്ജ് ആംഗിൾ തീറ്റ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ അത് സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം സെക്കൻഡിനെ നമ്മൾ ഡിഗ്രി ആക്കണം, പിന്നെ അതിനെ റേഡിയൻ ആക്കണം. റേഡിയൻ ആണ് SI യൂണിറ്റ്. അപ്പോൾ സെക്കൻഡിനെ ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 3600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 20 ഡിവൈഡഡ് ബൈ 3600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 സെക്കൻഡ് എന്നുള്ളതിനെ ഡിഗ്രി ആക്കി മാറ്റി. ഇനി ആ ഡിഗ്രിയെ നമ്മൾ റേഡിയൻ ആക്കി മാറ്റണം. ഡിഗ്രിയെ റേഡിയൻ ആക്കി മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 20/3600 ഡിഗ്രിയാണ് ഇൻറ്റു π/180 റേഡിയൻ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 0 കട്ട് ചെയ്ത് പോയി. 2/18 എന്ന് പറയുന്നത് 1/9 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും π/9 ഇൻറ്റു 3600 റേഡിയൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ വെഡ്ജ് ആംഗിൾ. പിന്നെ വേവ് ലെങ്ത് ലാംഡ തന്നിരിക്കുന്നു 5.82 into 10 raised to minus 7 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ തന്നിരിക്കുന്നു 1.5 ആണ്. ഇവിടെ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? ഫ്രിഞ്ച് വിഡ്ത്ത് വെഡ്ജ് ഷേപ്ഡ് ഫിലിമിൻ്റെ കേസിൽ ബീറ്റ ഈക്വൽ ടു λ/2 മ്യൂ തീറ്റയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയർ വെഡ്ജ് ആണെങ്കിൽ λ/2 തീറ്റ എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഗ്ലാസ് ആണ് മീഡിയം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയത്തിനെ കുറിച്ചിട്ടും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് എയർ വെഡ്ജ് ആയിട്ട് എടുക്കുക. പക്ഷേ ഇവിടെ അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അത് ഗ്ലാസ് ആണ്. അപ്പോൾ λ/2 മ്യൂ തീറ്റ എന്ന് കൊടുക്കും വേണം. മ്യൂവിൻ്റെ പൊസിഷനിൽ 1.5 കൊടുക്കും വേണം. അപ്പോൾ നമുക്ക് λ ഈക്വൽ ടു 5.82 into 10 raised to minus 7 ഡിവൈഡഡ് ബൈ 2 into 1.5 into π/9 into 3600 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 millimeter എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 millimeter ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 millimeter ആണ്, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 millimeter ആണ്. അങ്ങനെയെങ്കിൽ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ഡാർക്ക് ഫ്രിഞ്ചസ് കിട്ടുമെന്നുള്ളതാ ചോദ്യം. ഫ്രിഞ്ച് വിഡ്ത്ത് കാണാനല്ല ചോദ്യം. ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും? അപ്പോൾ ഒരു ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് തന്നിരിക്കുന്നു 2 millimeter. അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.2 centimeter കിട്ടുക അല്ലേ. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് 0.2 centimeter ആണ്. അപ്പോൾ ഒരു ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് 0.2 centimeter ആണ്. ഒരു സെൻറ്റിമീറ്ററിലുള്ള ഡാർക്ക് ഫ്രിഞ്ചസിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സെൻറ്റിമീറ്ററിലുള്ളതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 1 divided by this width of 1 ഡാർക്ക് ഫ്രിഞ്ച് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഒരു ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് തന്നിട്ട് ഒരു സെൻറ്റിമീറ്ററിൽ അങ്ങനത്തെ എത്ര ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 centimeter by 1 വിഡ്ത്ത് അതല്ലേ നമ്മൾ ചെയ്യുക അല്ലേ. 1 centimeter by 1 വിഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1 centimeterൽ അങ്ങനത്തെ എത്ര എണ്ണം വരും എന്നുള്ളതാണ്. 1 വിഡ്ത്ത് 0.2 centimeter ആണ്. 1 centimeterൽ അങ്ങനത്തെ എത്ര ഉണ്ടാവും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. അങ്ങനത്തെ 0.2 0.2 0.2 0.2 0.2 5 അല്ലേ ഉണ്ടാവുക. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? ആ 1 centimeter ഡിവൈഡഡ് ബൈ 1 വിഡ്ത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, നമ്പർ ഓഫ് ഫ്രിഞ്ചസ് പെർ സെൻറ്റിമീറ്റർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 1 ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ സെൻറ്റിമീറ്റർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/0.2 centimeter 5 per centimeter. 1 വിഡ്ത്ത് 0.2 centimeter ആയതുകൊണ്ട് തന്നെ 1 centimeterൽ അങ്ങനത്തെ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. കാരണം 5 ചേരുമ്പോഴാണ് 5 × 0.2 1 centimeter ആവുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടു, സെൻറ്റിമീറ്ററിലാക്കി 1 centimeter ബൈ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ സെൻറ്റിമീറ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് പെർ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അടുത്തത് ന്യൂട്ടൺസ് റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം. ന്യൂട്ടൺസ് റിംഗ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഓഫ് ലാംഡാസ് ഈക്വൽ ടു 5.9 into 10 raised to minus 5 centimeter. The radius of 10th dark ring is 0.5 centimeter. Find the radius of curvature of the lens and thickness of the air film. അതായത് ന്യൂട്ടൺസ് റിങ്ങിനെ നമ്മൾ ഇലുമിനേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 5.9 into 10 raised to minus 5 centimeter ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ട്.
10th ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറും എയർ ഫിലിമിൻ്റെ തിക്നെസ്സും. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടാവുമല്ലോ ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെൻറ്റിൽ. അപ്പോൾ അതിൽ ആ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനും പിന്നെ നമ്മുടെ എയർ ഫിലിമിൻ്റെ തിക്നെസ് കാണാനുമാണ് ക്വസ്റ്റ്യൻ. നോക്കി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സംഗതികൾ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ലാംഡ സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 5.9 × 10⁻⁵ സെൻറ്റിമീറ്റർ. തൽക്കാലം അത് സെൻറ്റിമീറ്റർ തന്നെ കിടക്കട്ടെ. പിന്നെ ഓർഡർ ഓഫ് ദ ഫ്രിഞ്ച് തന്നിട്ടുണ്ട് 10. 10ാമത്തെ ഡാർക്ക് ഫ്രിഞ്ചിനെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്, ഡാർക്ക് റിങ്ങിനെ അല്ലേ. അപ്പോൾ എം എസ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. ഓർഡർ ഓഫ് ദ ഫ്രിഞ്ച് 10 എന്ന് കൊടുക്കാം. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതായത് 10th ഫ്രിഞ്ചിൻ്റെ റേഡിയസ് R10 എന്ന് കൊടുക്കാം അല്ലേ. RM ആണ് mth ഓർഡറിൻ്റെ റേഡിയസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th ആയതുകൊണ്ട് R10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. ഇനി നമുക്കറിയാം mth ഡാർക്ക് റിങ് കാണാൻ, mth ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് കാണാൻ RM is equal to √mr ലാംഡയാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RM² is equal to റൂട്ട് പോകും അല്ലേ, mr ലാംഡ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10th ഫ്രിഞ്ചിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക ഇക്വേഷൻ? R10² is equal to എമ്മിൻ്റെ സ്ഥാനത്ത് 10 എന്ന് വരും, 10r ലാംഡ എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ R ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. ആറിനെ ഇവിടെ നിർത്തി 10 ലാംഡ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ 10 ലാംഡയായി. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് R is equal to R10² by 10 ലാംഡ. ദാറ്റ് ഈസ് R is equal to R10 തന്നിരിക്കുന്നു 0.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.5 സെൻറ്റിമീറ്റർ ഹോൾ സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ 10 × 5.9 × 10⁻⁵ സെൻറ്റിമീറ്റർ തന്നെയാണ് അതും അല്ലേ. യെസ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇവിടെ ഒരു സെൻറ്റിമീറ്ററും അത് കട്ട് ചെയ്തിട്ട് എന്താവും? യൂണിറ്റ് സെൻറ്റിമീറ്ററിലാവും. ഇത് ചെയ്യുമ്പോൾ 0.5² ഡിവൈഡ് ബൈ 10 × 5.9 × 10⁻⁵ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 106. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 106 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് യൂസ്ഡ് ഹിയർ. അപ്പോൾ അത് മീറ്ററിക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 106 ഡിവൈഡ് ബൈ 100 1.06 മീറ്റർ. അപ്പോൾ 1.06 മീറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഇവിടെ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം കാണണം. നമുക്കറിയാം കണ്ടീഷൻ ഫോർ mth ഡാർക്ക് ഫ്രിഞ്ച് ഈസ് 2t is equal to m ലാംഡ. 2t is equal to m ലാംഡ. 2μt is equal to m ലാംഡയാണ്, പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ എയർ ആണ് മീഡിയം വരുന്നത്. അപ്പോൾ 2t is equal to m ലാംഡ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണല്ലോ. അപ്പോൾ t is equal to എത്ര വരിക? m ലാംഡ ബൈ 2 വരും അല്ലേ. 2 കൊണ്ട് വരുമ്പോൾ ബൈ 2 ആവും. m ലാംഡ ബൈ 2. m 10 ആണ്, ലാംഡ 5.9 × 10⁻⁵ സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2.95 × 10⁻⁶ മീറ്റർ. 10⁻⁶ മീറ്റർ എന്ന് പറയുന്നത് മൈക്രോമീറ്റർ ആണ്. അപ്പോൾ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം 2.95 മൈക്രോമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ന്യൂട്ടൺസ് റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ഇൻ എ ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ 10th ഡാർക്ക് റിംഗ് ഡ്യൂ ടു വേവ് ലെങ്ത് 6000 ആംസ്ട്രോങ് ഇൻ എയർ ഈസ് 0.5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്. അപ്പോൾ തന്നിരിക്കുന്ന സംഗതികളൊക്കെ ആദ്യം എഴുതാം. ഇവിടെ 10th ഡാർക്ക് റിംഗ് ആണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് ദ ഫ്രിഞ്ച് m is equal to 10 എന്ന് കൊടുക്കാം. അതിൻ്റെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ 0.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 0.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, അതായത് 0.5 × 10⁻² മീറ്റർ അതിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ റേഡിയസ് അല്ലേ. അപ്പോൾ 10th ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ റേഡിയസ് എത്ര വരിക? dm/2, d10/2 ആവും. 10ാമത്തെ ഫ്രിഞ്ചിൻ്റെ ഡയമീറ്റർ ബൈ 2 ആവും. അപ്പോൾ 0.5 × 10⁻²/2 എത്രയാണ്? 0.25 × 10⁻² മീറ്റർ ആണ് 10th ഫ്രിഞ്ചിൻ്റെ റേഡിയസ് എന്ന് കിട്ടുന്നത്. ഇനി നോക്കുക, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് തന്നിരിക്കുന്നു. ലാംഡ is equal to 6000 × 10⁻⁻10 മീറ്റർ ആണ്. നമുക്കറിയാം mth ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ റേഡിയസ് √mr ലാംഡയാണ്. അപ്പോൾ RM² is equal to mr ലാംഡ എന്ന് വരും അല്ലേ. റൂട്ട് പോകുമല്ലോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ R is equal to എത്ര വരും? RM² by m ലാംഡ. m ലാംഡ അങ്ങോട്ട് വരും അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനുള്ള ഫോർമുല ക്യാപിറ്റൽ R is equal to RM² by m ലാംഡയാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ m എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് 6000 ആംസ്ട്രോങ്, 6000 × 10⁻10. RM എന്ന് പറയുന്നത് ഇവിടെ R10 ആണ്. 10th ഫ്രിഞ്ചിൻ്റെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. അത് 0.25 × 10⁻² ആണ്. അപ്പോൾ RM² എന്ന് പറയുമ്പോൾ R10², 0.25 × 10⁻² ഹോൾ സ്ക്വയർ. അപ്പോൾ ക്യാപിറ്റൽ R is equal to 0.25 × 10⁻² ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10 × 6000 × 10⁻10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.04 മീറ്റർ. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് ഈസ് 1.04 മീറ്റർ എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്.
In a Newton's ring experiment, the diameter of 15th ring is 0.59 centimeter and 5th ring is 0.336 centimeter. If radius of curvature of lens is 100 centimeter, find wavelength of light used. അപ്പോൾ ഇവിടെ 15th റിങ്ങിൻ്റെ ഡയമീറ്ററും തന്നിരിക്കുന്നു, 10th റിങ്ങിൻ്റെ ഡയമീറ്ററും തന്നിരിക്കുന്നു. അപ്പോൾ 15th റിങ് എന്നുള്ളതിന് നമുക്ക് m പ്ലസ് pth റിങ് ആയിട്ടും 10th റിങ് എന്നുള്ളത് നമുക്ക് mth റിങ് ആയിട്ടും എടുക്കാം. അപ്പോൾ m ഈക്വൽ ടു 10 ആണ് ഇവിടെ, m പ്ലസ് p ഈക്വൽ ടു 15 ആണ്. അപ്പോൾ p എത്ര വരിക? m പ്ലസ് p മൈനസ് m ആണല്ലോ p, ദാറ്റ് ഈസ് 15 മൈനസ് 10, 5 ആണ്. ഓക്കെ, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് കാണുന്നതിനുള്ള എക്സ്പ്രഷൻ, ന്യൂട്ടൺസ് റിംഗ് ഉപയോഗിച്ചുകൊണ്ട് കാണുന്നതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞതാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ന്യൂട്ടൺസ് റിംഗ് അപ്പാറ്റസ് എന്നുള്ള ഭാഗത്ത് പറഞ്ഞതാണ്. ഡി എം പ്ലസ് പി സ്ക്വയർ മൈനസ് ഡി എം സ്ക്വയർ ബൈ 4pr ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എം പ്ലസ് pth ഫ്രിഞ്ചിൻ്റെ ഡയമീറ്റർ തന്നിരിക്കുന്നു 0.59 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡി എം പ്ലസ് പി സ്ക്വയർ എന്ന് പറയുന്നത് 0.59 സെൻറ്റിമീറ്റർ ഹോൾ സ്ക്വയർ മൈനസ് ഡി എം അല്ലേ, mth ഫ്രിഞ്ചിൻ്റെ ഡയമീറ്റർ 10th ഫ്രിഞ്ചിൻ്റെ ഡയമീറ്റർ തന്നിരിക്കുന്നു, ദാറ്റ് ഈസ് 0.336 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.336 സെൻറ്റിമീറ്റർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പി എത്രയെന്ന് പറഞ്ഞു ഇവിടെ? 4 p is equal to here p is equal to 10 ആണ്. 15th 5 അല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 15 മൈനസ് 5 10 ആണ് വരിക. അപ്പോൾ p is equal to 10, r is equal to 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് തന്നിട്ടുണ്ട് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5880 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, 5880 ഇൻറ്റു 10⁻⁻10 മീറ്റർ, 5880 ഇൻറ്റു 10⁻⁻10 മീറ്റർ. 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നത് ആംസ്ട്രോങ് ആണ് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 5880 ആംസ്ട്രോങ്, ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് ഹിയർ. ഓക്കെ, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാക്ടിക്കലിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസിങ് ന്യൂട്ടൺസ് റിംഗ് അപ്പാറ്റസ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇൻ എ മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്റർ 200 fringes cross the field of view when the movable mirror is moved through 0.0589 millimeter. Calculate the wavelength of light used. അതായത് ഈ മൂവബിൾ മിറർ, അതായത് നമ്മുടെ M1 എന്ന് പറയുന്ന മിറർ അല്ലേ, 0.0589 millimeter നീക്കുമ്പോൾ പുതുതായിട്ട് 200 ഫ്രിഞ്ചസ് അപ്പിയർ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ വേവ് ലെങ്ത് എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞതാണ്. ന്യൂലി അപ്പിയർഡ് ഫ്രിഞ്ചസിൻ്റെ എണ്ണം എമ്മും അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവബിൾ മിറർ നീക്കുന്ന ഡിസ്റ്റൻസ് സ്മോൾ ഡിയും ആണെങ്കിൽ അല്ലേ, വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് എന്ന് പറയുന്നത് 2d/m ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 2d/m ഹിയർ. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 0.0589 മില്ലിമീറ്റർ ആണ് ഡി അല്ലേ. മില്ലിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 0.0589 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ന്യൂലി അപ്പിയർഡ് ഫ്രിഞ്ചസ് എത്രയാണ്? 200 ആണ്. അപ്പോൾ m 200 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5890 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. 10⁻⁻10 മീറ്റർ ആംസ്ട്രോങ് ആണ് അല്ലേ. അപ്പോൾ 5890 ആംസ്ട്രോങ്, ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് ഹിയർ. അപ്പോൾ തൽക്കാലം ഇത്രയും പ്രോബ്ലംസുമാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. വെഡ്ജ് ഷേപ്ഡ് ഫിലിം, ന്യൂട്ടൺസ് റിംഗ്, മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്റർ, ഇത് മൂന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. ഓക്കെ, ന്യൂട്ടൺസ് റിംഗ് എപ്പോഴും വരാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യനാണ് ന്യൂട്ടൺസ് റിംഗ്. അതുപോലെ തന്നെ വെഡ്ജ് ഷേപ്പ്ഡും മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്ററും 2 പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് വരും. അതായത് 8 മാർക്ക് പ്രോബ്ലംസ് മാത്രമായിട്ട് വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനത്തെ പ്രോബ്ലംസ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുക. ഒരു 2 ഹോംവർക്ക് ഞാൻ തരാം, അതും ചെയ്യണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക്സ്.